ഇന്നത്തെ ടോപ്പിക് എൻസൈംസ്. ബയോമോളിക്യൂൾസ് നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു, മൈക്രോ മോളിക്യൂൾസും മാക്രോ മോളിക്യൂൾസും. അത് നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചറും പ്രോട്ടീൻ്റെ ഡീറ്റെയിൽഡ് നമ്മൾ ഭാഗങ്ങളൊക്കെ പഠിച്ചതാണ്. നമ്മൾ എൻസൈംസ് എന്ന ഭാഗം ഇവിടെ വരാനുള്ള കാരണം മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ആർ കെമിക്കലി പ്രോട്ടീൻസ്. എൻസൈം നമ്മൾ രാസാഗ്നി എന്ന് പറയാം. എൻസൈംസ് രാസാഗ്നി, അതേപോലെ ടേമാണ് കാറ്റലിസ്റ്റ് എന്ന് പറയും, ഉൽപ്രേരകം എന്ന് പറയും. ഈ എൻസൈംസിൻ്റെയും കാറ്റലിസ്റ്റിൻ്റെയും ഡിഫറൻസ്, എൻസൈം നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടാൻ സഹായിക്കും. നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ ലൈഫ് പ്രോസസ്സിനും എന്താണ് എൻസൈമാറ്റിക്കാണ്. എൻസൈംസ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഓക്കറിങ് ഇൻ എ ലിവിങ് ഓർഗാനിസം. അതേസമയത്ത് കാറ്റലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ലാബിൽ ചെയ്യുന്ന രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ ഉൽപ്രേരകം എന്ന രീതിയിൽ പറയുന്ന ആൾക്കാരാണ് കാറ്റലിസ്റ്റ്. അപ്പോൾ എൻസൈംസ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ എ ലിവിങ് ഓർഗാനിസം. സോ എൻസൈംസ് ആർ കോമൺലി കോൾഡ് ബയോ കാറ്റലിസ്റ്റ് എന്ന് പറയും. ബയോ കാറ്റലിസ്റ്റ്. Enzymes called biocatalyst because enzymes increase the rate of a chemical reaction occurring in a living organism. റിയാക്ഷനകത്ത് മാറ്റമൊന്നുമില്ലാതെ ഒരു റിയാക്ഷൻ്റെ വേഗത കൂട്ടാൻ, എളുപ്പത്തിൽ നടക്കാൻ സഹായിക്കുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എൻസൈംസ്. അപ്പോൾ എന്താണ് എൻസൈംസ്? എൻസൈംസ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻ എ ലിവിങ് ഓർഗാനിസം. ഒരു എൻസൈം നമ്മൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ വിചാരിക്കാം. ഒരു എൻസൈം ഇതാണെന്ന് കരുതുക. ഇതൊരു എൻസൈം ആണെങ്കിൽ ഏതൊരു എൻസൈമിനും എന്തുണ്ടാവും? ഒരു പോക്കറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും. പ്രോട്ടീൻ ആകുമ്പം അതിന് ടെർഷ്യറി സ്ട്രക്ചർ എന്ന് കണ്ടാൽ അതിനകത്ത് ഒരുപാട് കൺവല്യൂഷൻസ് ഉണ്ടാകും. അങ്ങനെ ഒരു എൻസൈമിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ദിസ് പോക്കറ്റ് ലൈക്ക് സ്ട്രക്ചർ. ഈ പോക്കറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് എൻസൈംസ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റുമായിട്ട് കൂടിച്ചേർന്ന് അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. ആ സമയത്ത് സബ്സ്ട്രേറ്റ് ഇവിടെ ബൈൻഡ് ചെയ്യും. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അഭികാരങ്ങൾ. അങ്ങനെ എൻസൈംസിന് റിയാക്ഷനകത്ത് സബ്സ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഒരു പോക്കറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും. ദിസ് പോക്കറ്റ് ലൈക്ക് സ്ട്രക്ചർ ഇസ് കോൾഡ് ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം എന്ന് പറയും. ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം. അപ്പോൾ ഏതൊരു എൻസൈമിൻ്റെയും ഏറ്റവും പ്രധാന ഭാഗമാണ് ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, എൻസൈംസ് ഞാൻ പറഞ്ഞു, എൻസൈംസ് ആർ കെമിക്കലി പ്രോട്ടീൻ. മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ആർ പ്രോട്ടീൻ. എന്നാൽ ചില സം ആർ എൻ എ ആൾസോ ആക്ട് ആസ് എൻസൈം. RNA ചില റിയാക്ഷനകത്ത് എൻസൈം പോലെ കാറ്റലിസ്റ്റിനെ പോലെ വർക്ക് ചെയ്യും. അങ്ങനെ ഒരു RNA എൻസൈം പോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരം എൻസൈംസിൻ്റെ പേരുണ്ട്, റൈബോസൈംസ് എന്ന് പറയും. RNA റൈബോന്യൂക്ലിക് ആസിഡ്. വെൻ ദ RNA ആക്ട് ആസ് എൻസൈം ദറ്റ് ഇസ് കോൾഡ് റൈബോ എൻസൈമിൻ്റെ പകുതിയും റൈബോസൈം. ഒരു തവണ പരീക്ഷയ്ക്ക് ചോദ്യമാണ് റൈബോസൈം ആരാണ്? ദ RNA വിച്ച് ആക്ട് ആസ് എൻസൈം ഈസ് കോൾഡ് റൈബോസൈം. Normally, most of the enzymes are protein, but in some cases, RNA also shows catalytic activity. That type of RNA are called ribozyme. The enzyme has a pocket-like structure that is called active site of the enzyme. ഇനി നമ്മൾ നോക്കുന്നത് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ. എൻസൈം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എൻസൈം അതിൻ്റെ സബ്സ്ട്രേറ്റുമായി കൂടിച്ചേർന്ന് എങ്ങനെയാണ് പ്രൊഡക്റ്റായി മാറുന്നത്? മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ നമ്മളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഇതൊരു എൻസൈം, അതിൻ്റെ സബ്സ്ട്രേറ്റ്. ഏതൊരു എൻസൈമിനും അതിൻ്റെ ആക്റ്റീവ് സൈറ്റിന് സൂട്ടാകുന്ന ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാവും. ദിസ് ഇസ് ദ സബ്സ്ട്രേറ്റ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യും? ഈ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്ന് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് ആയി മാറും. ഇങ്ങനെ എൻസൈമും അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റും വരുമ്പോൾ നമ്മളതിന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഇത് ഫോം ചെയ്യും. എൻസൈം, ദിസ് ഇസ് ദ എൻസൈം, ദെൻ ഇറ്റ് ഈസ് ദ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് പറയുന്നത് അഭികാരങ്ങൾ. ആ റിയാക്ഷനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർ. എന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും? ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, നമ്മൾ ES കോംപ്ലക്സ് എന്നാണ് പറയുക. ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. അങ്ങനെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് എന്ത് ചെയ്യും? ഈ സബ്സ്ട്രേറ്റിൻ്റെ ചില ബോൺസ് ബ്രേക്ക് ചെയ്യാൻ എൻസൈം ഹെൽപ്പ് ചെയ്യും. എൻസൈം ഒരു ഹെൽപ്പറാണ്, റിയാക്ഷന് വേഗത്തിൽ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് എൻസൈം. അങ്ങനെ ഈ സബ്സ്ട്രേറ്റിൻ്റെ ചില ബോൺസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് മറ്റൊന്നായി മാറും, അത് പ്രൊഡക്റ്റായി മാറും. നമ്മൾ ഇതൊക്കെ
റെപ്രസെൻറ്റേഷനാണ്. അപ്പം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയി മാറി. സബ്സ്ട്രേറ്റിൻ്റെ ബോൺസ് ഒക്കെ പൊട്ടിയപ്പോൾ അത് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയി മാറി. ഉൽപ്പന്നം എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്. ഇനി എന്ത് ചെയ്യും? ഈ പ്രൊഡക്റ്റിന് എൻസൈം അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദി റിയാക്ഷൻ എൻസൈംസിന് മാറ്റമൊന്നുമില്ല. എൻസൈം റെഡി ഫോർ അനദർ റിയാക്ഷൻ. അങ്ങനെ റിയാക്ഷനകത്ത് മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ ഒരു റിയാക്ഷനകത്ത് സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്ന ആൾക്കാർ നമ്മൾ എൻസൈംസ് പറയും. എൻസൈം വേറെയുണ്ട്, പ്രൊഡക്റ്റ് അവിടെ നിന്ന് റിലീസ് ചെയ്തു. നമ്മൾ മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ പറയുമ്പോൾ നമ്മളതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇതാണ്. മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ: സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് വിത്ത് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം and form ES complex. Then the enzyme helps to break some bonds in the substrate and form EP complex. Finally, the product are released from the active site of the enzyme. That is E plus S, ES complex, then EP complex, then E plus P. Okay? ഇതിന് നമ്മൾ ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ് എന്നാ പറയാം. ഈ എൻസൈം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിദ്ധാന്തം ഹൈപ്പോത്തസിസ്, ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ്. അത് കൊണ്ടുവന്ന ആള് എമിൽ ഫിഷറാണ്. എമിൽ ഫിഷർ. അക്കോർഡിംഗ് ടു ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ്, എൻസൈം സബ്സ്ട്രേറ്റ് ആക്ഷൻ നമ്മുടെ ലോക്കും കീയും പോലെ, താക്കോലും പൂട്ടും പോലെ. ഓരോ ലോക്കിനും ഒരു പെർട്ടിക്കുലർ കീ ഉണ്ടാവും. ആ കീ കൊണ്ട് മാത്രമേ ആ ലോക്ക് തുറക്കാൻ സാധിക്കൂ. അതേപോലെ ഏതൊരു എൻസൈമിനും ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് ഉണ്ടാവും. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് എങ്ങനെയാണോ അതിന് സ്യൂട്ട് ആകുന്ന ഒരു സ്പെസിഫിക് സബ്സ്ട്രേറ്റ്. ഒരേ എൻസൈം പല സബ്സ്റ്റൻസിൻ്റെ മുകളിൽ വർക്ക് ചെയ്യില്ല. വൺ എൻസൈം വൺ സബ്സ്ട്രേറ്റ്. അപ്പം അതിന് സ്യൂട്ട് ആകുന്ന ഏതാണോ സബ്സ്ട്രേറ്റ് അയാൾ എന്ത് ചെയ്യും? ഇതിന് മുകളിൽ ബൈൻഡ് ചെയ്യും. അത് എൻസൈം അതിൻ്റെ ബോൺസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറും. ഇപ്പോൾ മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷനകത്ത് നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ, ഇത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ഇത് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇതിൽ ഈ ഒരു റെപ്രസെൻറ്റേഷൻ കണ്ടാൽ നമുക്ക് ഒരു 3 സെൻറ്റൻസ് പറയാൻ പറ്റും. ഫസ്റ്റ്, സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം ആൻഡ് ഫോം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഓക്കെ, ദ ബൈൻഡിങ് induces the enzyme to change its shape and fitting more tightly around the substrate. ഈ സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിന് ചെറിയ മാറ്റം ഉണ്ടാവും. അങ്ങനെ ഈ സബ്സ്ട്രേറ്റിനെ കറക്റ്റ് അത് ഹോൾഡ് ചെയ്യും. അതിൻ്റെ ആ എല്ലാ ഭാഗത്തും കറക്റ്റ് അത് പിടിക്കും. ദ ബൈൻഡിങ് ഓഫ് സബ്സ്ട്രേറ്റ് ഇൻഡ്യൂസസ് ദ എൻസൈം ടു ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ആക്റ്റീവ് സൈറ്റ്, ടു ചേഞ്ച് ദ ഷേപ്പ് ആൻഡ് ഫിറ്റിംഗ് more tightly around the substrate. കറക്റ്റ് അത് സബ്സ്ട്രേറ്റിനെ ഹോൾഡ് ചെയ്യും. പിന്നെ സംഭവിക്കും, ദ എൻസൈം ഹെൽപ്സ് ടു ബ്രേക്ക് സം ബോൺസ് ഇൻ ദ സബ്സ്ട്രേറ്റ് ആൻഡ് ഫോം എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്. ഫൈനലി ദ പ്രൊഡക്ട്സ് ആർ റിലീസ്ഡ് ഫ്രം ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം. അക്കോർഡിംഗ് ടു ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ്, substrate binds to the active site of the enzyme, binds to the active site of the enzyme. This binding induces the enzyme to change its shape, fitting more tightly around the substrate. Enzyme helps to break some bonds in the substrate and form enzyme product complex. Then the products are released from the active site of the enzyme. Okay, E plus S, ES complex, EP complex, E plus P. ഇതിൻ്റെ ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇതൊക്കെ യൂണിഡയറക്ഷണൽ റിയാക്ഷൻ. അതൊക്കെ നിങ്ങൾ അത്രത്തോളം ഓർക്കണമെന്നില്ല. ഇത് റിവേഴ്സിൽ പറയാൻ കാരണം എന്താണോ, സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്തു. ഇനി അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്ന മുന്നേ തന്നെ സബ്സ്ട്രേറ്റ് റിലീസ് ചെയ്ത് പോകുകയാണെങ്കിൽ സബ്സ്ട്രേറ്റ് വേറെ ഉണ്ടാവും, എൻസൈം വേറെ ഉണ്ടാവും. ഓക്കെ, അപ്പം പ്രൊഡക്റ്റായി മാറണമെങ്കിൽ എൻസൈമിന് ആ സബ്സ്ട്രേറ്റിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ സമയം കിട്ടണം. അപ്പോൾ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നു, അത് റിലീസ് ചെയ്താൽ സബ്സ്ട്രേറ്റ് പറയും, എൻസൈം പറയും. ഓക്കെ, എൻസൈം സബ്സ്ട്രേറ്റും ബൈൻഡ് ചെയ്ത് ES കോംപ്ലക്സ് ഉണ്ടാവും. പിന്നെ അവിടുന്ന് വിട്ടുപോകണമെങ്കിൽ വീണ്ടും സബ്സ്ട്രേറ്റും എൻസൈം. ഇത് റിവേഴ്സിബിൾ ആണ്. ബൈൻഡ് ചെയ്താൽ ES കോംപ്ലക്സ്, റിലീസ് ചെയ്താൽ സബ്സ്ട്രേറ്റ് എൻസൈം. ഓക്കെ, ഇനി എൻസൈം ഈ സബ്സ്ട്രേറ്റിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് പ്രൊഡക്റ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇതേ റിയാക്ഷനിൽ ഈ പ്രൊഡക്റ്റ് കൂടിച്ചേർന്ന് സബ്സ്ട്രേറ്റായി മാറിയില്ല. ഇനി ഇയാൾ മറ്റൊരു കെമിക്കലായി മാറി, ഇനി മറ്റൊരു റിയാക്ഷനിൽ അത് പങ്കെടുക്കും. അപ്പോൾ ഇത് നമ്മൾ വരച്ച ആ
ഡയഗ്രം നോക്കണമെന്നില്ല. ഇയാളെന്താണോ സബ്സ്ട്രേറ്റ് അത് പ്രൊഡക്റ്റ് മറ്റൊരു സബ്സ്റ്റൻസായി മാറി. ഇനി ഒരിക്കലും അതേ റിയാക്ഷനിൽ അത് കൂടിച്ചേർന്ന് സബ്സ്ട്രേറ്റായി മാറിയില്ല. ഓക്കെ, ഇതിപ്പോഴും എന്തായിരിക്കും? യൂണി ഡയറക്ഷനിലായിരിക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ സബ്സ്ട്രേറ്റും എൻസൈമും കൂടി ചേർന്നാൽ ES കോംപ്ലക്സ് ഫോം ചെയ്യും. ഇനി അത് ആ സബ്സ്ട്രേറ്റ് അവിടെ നിന്ന് വിട്ടുപോകുകയാണെങ്കിലോ സബ്സ്ട്രേറ്റ് വരെ ഉണ്ടാവും, എൻസൈം വരെ ഉണ്ടാവും. അപ്പോൾ ഇത് ബൈ ഡയറക്ഷണൽ, ഇതോ യൂണി ഡയറക്ഷണൽ. ഇനി ഈ പ്രൊഡക്റ്റിന് ആക്റ്റീവ് സൈറ്റ് റിലീസ് ചെയ്തു. ഇനി ഒരിക്കലും ഈ പ്രൊഡക്റ്റ് ഇവിടെ ബൈൻഡ് ചെയ്തിട്ട് EP കോംപ്ലക്സ് ഉണ്ടാകില്ല. കാരണം ഞാൻ പറഞ്ഞു ഒരു എൻസൈമിന് ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ്, ഇത് മറ്റൊന്നായി മാറി. ഇനി ഒരിക്കലും ഇതേ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, അതിന് വേറെ എൻസൈം ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണോ ഈ പ്രൊഡക്റ്റും എൻസൈമും കൂടി ചേർന്ന് തിരിച്ച് EP കോംപ്ലക്സ് ഉണ്ടാകില്ല. ഇതും എന്താണ്? ഓൾവേസ് യൂണി ഡയറക്ഷണൽ. ഓക്കെ, E+S ES കോംപ്ലക്സ്. ഇപ്പോൾ സാധാരണ നമ്മൾ എൻസൈം റിയാക്ഷൻ്റെ വേഗത കൂട്ടുമെന്ന് പറയുമ്പോൾ അതിൻ്റെ മെക്കാനിസം ഇതാണ്. സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ് ആൻഡ് ഫോം ES കോംപ്ലക്സ്. ഒരു പോയിന്റ് നമ്മൾ അതാ പറയുക, സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം ആൻഡ് ഫോം ES കോംപ്ലക്സ്. This binding induces the enzyme to change its shape, fitting more tightly around the substrate. അങ്ങനെ ES കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൻ്റെയും സബ്സ്ട്രേറ്റിൻ്റെ കറക്റ്റ് അതിനെ ഹോൾഡ് ചെയ്യും. The enzyme, അടുത്ത പോയിന്റ്, enzyme helps to break some bonds in the substrate and form enzyme product complex അല്ലെങ്കിൽ EP complex. Last point, the products are released from the active site of the enzyme. പ്രൊഡക്റ്റിന് ആക്റ്റീവ് സൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യും. അപ്പം പ്രൊഡക്റ്റ് വേറെയാവും, എൻസൈം വേറെയാവും. റിയാക്ഷൻ്റെ എൻഡിൽ എൻസൈമിന് മാറ്റമൊന്നുമില്ല, നോ ചേഞ്ച്. മാറ്റമുള്ളത് സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറും. ഓക്കെ, ഇപ്പോൾ ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തിസിസ് ബൈ എമിൽ ഫിഷർ. ഇനി ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തിസിസിൽ ആരാണ് ലോക്ക്, ആരാണ് കീ എന്നുള്ളതാണ്. ഇതിൽ ആരാണ് ലോക്ക് പോലെ വർക്ക് ചെയ്യുന്ന ആൾ, ആരാണ് കീ പോലെ വർക്ക് ചെയ്യുന്ന ആൾ. അതിൽ നിങ്ങളിതിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് പറഞ്ഞാൽ തെറ്റിപ്പോകും. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും സബ്സ്ട്രേറ്റ് കീ ആണെന്ന് തോന്നും. കീ ഇസ് ദ സബ്സ്ട്രേറ്റ്, ലോക്ക് ഈസ് ദ എൻസൈം. ആക്ച്വലി നോക്കേണ്ടത് അതിൻ്റെ മെക്കാനിസം നോക്കേണ്ടത്. നമ്മളൊരു കീ കൊണ്ട് ലോക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മാറ്റം ആർക്കാണ് ഉണ്ടാവുക? കീക്കാണോ ലോക്കിനാണോ? ലോക്കിനെ മാറ്റം ഉണ്ടാകും. ആ ലോക്ക് എന്ത് ചെയ്തു? അൺലോക്ക് ആകുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കീ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ലോക്കിന് മാറ്റം ഉണ്ടാകുന്നു, അടഞ്ഞ് ലോക്ക് തുറക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ മാറ്റമുള്ളത് ആർക്കാണോ അയാൾക്ക് നമ്മൾ ലോക്ക് എന്ന് പറയേണ്ടത്. ഇപ്പോൾ ലോക്ക് ഈസ് ദ മാറ്റമില്ലാത്ത ആൾ, എൻസൈം മാറ്റം സംഭവിക്കുന്ന ആൾ സബ്സ്ട്രേറ്റ്. ഓക്കെ, അപ്പോൾ കീ ഈസ് ദ എൻസൈം, എൻസൈം ഈസ് ദ കീ. എൻസൈമിന് മാറ്റമൊന്നുമില്ല, അതേപോലെ കീക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ കീ ഇൻഡിക്കേറ്റ്സ് എൻസൈം, ലോക്ക് ഇൻഡിക്കേറ്റ്സ് സബ്സ്ട്രേറ്റ്. ലോക്കിൻ്റെ സ്ഥാനത്ത് ആര് വരും? സബ്സ്ട്രേറ്റ് വരും. ലോക്ക് കീ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകുന്നു, അതുപോലെ എൻസൈം കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ സബ്സ്ട്രേറ്റിന് മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തിസിസിൽ നമ്മൾ കീ എന്ന് പറയുന്ന ആൾ എൻസൈം ആയിരിക്കും, ലോക്ക് എന്ന് പറയുന്ന ആൾ സബ്സ്ട്രേറ്റ് ആയിരിക്കും. ഓക്കെ, യെസ്. ഈ പറഞ്ഞ ഭാഗം ഓർത്തിരിക്കണം. മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ അതിനകത്ത് വരുന്നത് ഒന്നുകിൽ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ക്വസ്റ്റിനകത്ത് തരും, അതിൽ ഓർഡർ മാറിയൊക്കെ ഉണ്ടാവും. ഇവിടെ EP കോംപ്ലക്സ്, ഇവിടെ ES കോംപ്ലക്സ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അറിയണം. എൻസൈം സബ്സ്ട്രേറ്റ് ഫസ്റ്റ് ഫോം ചെയ്യുക ES കോംപ്ലക്സ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അങ്ങനെ ആ സബ്സ്ട്രേറ്റിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അയാളെ മാറുക? എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്. ദെൻ പ്രൊഡക്ട്സ് ആർ റിലീസ്ഡ് ഫ്രം ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം. ഓക്കെ, ഇതിൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങൾ മലയാളത്തിൽ അഭികാരങ്ങൾ എന്ന് പറയുന്ന സംഭവം, റിയാക്ഷനകത്ത് പങ്കെടുക്കുന്ന ആൾ വരാന്ന് അഭികാരങ്ങൾ, അതിൽ കിട്ടുന്ന ആൾക്കാരാണ് ഉൽപ്പന്നങ്ങൾ. നമ്മൾ പലപ്പോഴും റിയാക്റ്റൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുന്ന ടേം അത് തന്നെയാണ് സബ്സ്ട്രേറ്റ്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്, റിയാക്റ്റൻസും സബ്സ്ട്രേറ്റും സെയിമാണ്. അപ്പം സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ്, ഫസ്റ്റ് ഫോം ES കോംപ്ലക്സ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ ഷോർട്ടാക്കി നമ്മൾ ES കോംപ്ലക്സ് എന്ന് പറയും. അത് പിന്നെ എന്തായി മാറും? EP കോംപ്ലക്സ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തിട്ടാണ് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുക. അല്ലാതെ EP കോംപ്ലക്സ് ഫോം ചെയ്തിട്ടില്ല ES കോംപ്ലക്സ്. ES കോംപ്ലക്സ് ദെൻ EP കോംപ്ലക്സ്, then products are released from the active site of the enzyme. Okay, ആ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് ഹൗ ഡസ് ദ എൻസൈം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നേരത്തെ നോക്കി നമ്മൾ മെക്കാനിസം, എൻസൈം വർക്ക് ചെയ്യുന്ന രീതിയാണ്.
ഇനി ഹൗ ഡസ് ദ എൻസൈം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? എങ്ങനെയാണ് എൻസൈമിന് ഇത്ര പെട്ടെന്ന് റിയാക്ടൻസിന് പ്രൊഡക്റ്റാക്കി മാറ്റാൻ സാധിക്കുന്നത്? അതിനകത്തുള്ള അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്താണ്? നമ്മൾ ഒരു ഗ്രാഫ് പ്രകാരമാണ് പറയുക. ഹൗ ഡസ് ദ എൻസൈം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? നമ്മൾ എക്സ് ആക്സിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ എടുക്കുക. റിയാക്ഷൻ്റെ പുരോഗതി പോകുന്തോറും സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറും. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഇത് ഈ ഗ്രാഫ് ടെക്സ്റ്റിനകത്തുണ്ട്, അതുകൂടി ഒന്ന് കമ്പയർ ചെയ്യണം. The substrate, this is the product, it is the transition state. Yes, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ എൻസൈം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത ഇത്രയും പെട്ടെന്ന് എൻസൈമിന് കൂട്ടാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറയുക ഈ ഗ്രാഫിലൂടെയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ക്വസ്റ്റിനകത്ത് വരുന്ന ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഇത് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത് എൻസൈം പങ്കെടുക്കാത്ത റിയാക്ഷനാണ്. റിയാക്ഷൻ വിത്തൗട്ട് എൻസൈം, ഇത് വിത്ത് എൻസൈമാണ്. ഏതൊരു സബ്സ്റ്റൻസും മറ്റൊന്നായി മാറണമെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസിനും ഒരു മിനിമം എനർജി ഉണ്ട്, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ആ എനർജി സ്റ്റേറ്റിൽ നിന്ന് അതിന് മാറ്റം ഉണ്ടാകും, ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് അത് എത്തിച്ചേരണം, അപ്പോഴത് മറ്റൊന്നായി മാറും. അതേ എനർജി സ്റ്റേറ്റ് ആണോ അതങ്ങനെ തന്നെ ഉണ്ടാവും. ഒരു എൻസൈം പങ്കെടുക്കാത്ത റിയാക്ഷനിലും അല്ലേ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറും. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുക? ആ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് അതിന് ഒരിക്കലും നമ്മൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു സബ്സ്റ്റൻസിന് അതിൻ്റെ ഒരു മിനിമം എനർജി, ഇന്റേണൽ എനർജി ഉണ്ട്, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഫിസിക്സിനകത്ത് പഠിച്ചതാണ്. ഇനി ഈ സബ്സ്ട്രേറ്റ് ആദ്യം ഒരു ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് എത്തും, ഇത് മറ്റൊന്നായി മാറാൻ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക, ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് മറ്റൊന്നായി മാറും. ഏതൊരു സബ്സ്ട്രേറ്റിനും ആദ്യം ഒരു ഹൈ എനർജി സ്റ്റേറ്റിൽ എത്തണം, മറ്റൊന്നായി മാറാൻ വേണ്ട സ്റ്റേറ്റ്. അതിന് വിളിക്കും നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ്, മറ്റൊന്നിലേക്ക് പോകുന്ന സ്റ്റേറ്റ്. അതുവരെ അയാൾ അങ്ങനെ തന്നെ കിടക്കും. എപ്പോഴാണോ ആ എനർജി അയാൾ കിട്ടുന്നത്, ഇപ്പോൾ എപ്പോഴും ഒരു സബ്സ്ട്രേറ്റിന് ഒരു ഹൈ എനർജിയിലേക്ക് എത്തിയാലേ മറ്റൊന്നായി മാറാൻ പറ്റും. അങ്ങനെ സബ്സ്ട്രേറ്റ് ഒരു ഹൈ എനർജി സ്റ്റേറ്റിലെത്തും, ദാറ്റ് ഇസ് കോൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു പ്രൊഡക്റ്റ്. അത് പ്രൊഡക്റ്റായി മാറും. ഒന്നുകിൽ ആ സബ്സ്ട്രേറ്റിനെക്കാളും എനർജി കുറഞ്ഞ ഒരു രീതിയിലേക്ക് വരും. നമ്മൾ എക്സോതെർമിക് എൻഡോതെർമിക് റിയാക്ഷൻ ഒക്കെ പറയും. എപ്പോഴും ഇവിടെ തന്നെ ഈ സബ്സ്ട്രേറ്റ് താഴെ തന്നെ വരണമെന്നില്ല, എൻഡ് ചെയ്യണമെന്നില്ല, മുകളിൽ എൻഡ് ചെയ്യാം. എക്സോതെർമിക് എൻഡോതെർമിക് റിയാക്ഷൻ വെച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം കൊടുത്താണ് ഞാൻ ഇവിടെ കൊടുത്തത്. അപ്പോൾ സബ്സ്ട്രേറ്റ് ആദ്യം ഒരു ഹൈ എനർജി സ്റ്റേറ്റ്, ദെൻ കൺവേർട്ടഡ് ടു പ്രൊഡക്റ്റ്. അങ്ങനെ ഒരു സബ്സ്ട്രേറ്റിന് ഈ ഹൈ എനർജി സ്റ്റേറ്റ് മറ്റൊന്നായി മാറാൻ വേണ്ട ആ എനർജി ഇല്ലേ, ആ സ്റ്റേറ്റ്, അതിലേക്ക് എത്താൻ വേണ്ട എനർജിനെ വിളിക്കുക നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. അപ്പം ആക്ടിവേഷൻ എനർജി മീൻസ് ദ എനർജി റിക്വയർഡ് ഫോർ എ സബ്സ്ട്രേറ്റ് ടു റീച്ച് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇത് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. എൻസൈം ഇല്ലാത്തപ്പോൾ ഇത്രയും എനർജി വേണം, വിത്തൗട്ട് എൻസൈം. ഓക്കെ, ഇത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കും. നമ്മൾ അരി അത് ചൂടാക്കിയിട്ട് ചോറായി മാറുന്നില്ലേ? അരി എന്ത് ചെയ്യും, നമ്മൾ വെള്ളവുമായിട്ട് ചേർത്ത് അതിനെ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം ആ റൈസ് ഗ്രാന്യൂൾസ് എന്ത് ചെയ്യും, ഗ്രാന്യൂൾസ് ഈ വെള്ളത്തിൽ നിന്ന് ഹീറ്റിന് ഇങ്ങനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് അതിന് മാറ്റം ഉണ്ടാവില്ല. അതിന് ആ ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്ത് അതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റിലെത്തും. അപ്പോഴെന്ത് ചെയ്യും, അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ട് അത് സോഫ്റ്റായ ചോറായി മാറും, ബോയിൽഡ് റൈസായി മാറും. ഇപ്പം ഏതൊരു സബ്സ്ട്രേറ്റും ഏതൊരു സബ്സ്റ്റൻസിനും മറ്റൊന്നായി മാറണമെങ്കിൽ ഒരു ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് വേണം, ദാറ്റ് ഇസ് കോൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അതിലേക്ക് എത്താൻ വേണ്ട എനർജി നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഈ എൻസൈം പങ്കെടുക്കാത്ത റിയാക്ഷനിൽ ഇത്രയും എനർജി, ഈ ഹൈ എനർജി വരുമ്പോഴേ ഇയാൾ മറ്റൊന്നായി മാറുന്നുള്ളൂ. ഇപ്പം എൻസൈം പങ്കെടുക്കുമ്പോൾ ഒരു മിനിമം എനർജി കൊണ്ട് തന്നെ ആൾക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇത്രയും എനർജി വേണ്ട സ്ഥാനത്ത് ഇത്രയും എനർജി മതി. ഇത് എനർജി ബാറാണ്. ഈ എനർജിയിൽ എത്തേണ്ട ആളെന്ത് ചെയ്യുന്നു, ഈ എനർജി കൊണ്ട് തന്നെ അതിന് മാറ്റം ഉണ്ടായിട്ട് അത് പ്രൊഡക്റ്റായി മാറുന്നു. ഇപ്പോൾ സമയം
കുറവ്, കൂടുതൽ സബ്സ്റ്റൻസ് എന്തെങ്കിലും പറ്റും പ്രൊഡക്റ്റായി മാറാൻ പറ്റും. അപ്പോൾ സമയം കുറയ്ക്കും. അപ്പോൾ എൻസൈം എന്താ ചെയ്യുന്നത്? ഈ സബ്സ്റ്റൻസിൻ്റെ ആക്ടിവേഷൻ എനർജി താഴ്ത്തി കൊടുത്തു. ഇത്രയും എനർജി വേണ്ട സ്ഥാനത്ത് ഈ ഒരു എനർജി കൊണ്ട് തന്നെ ഇയാൾക്ക് മാറ്റം ഉണ്ടാകും. അപ്പോൾ എൻസൈം പങ്കെടുക്കുമ്പോൾ എന്ത് ചെയ്യും? എൻസൈം സബ്സ്ട്രേറ്റിൻ്റെ ആക്ടിവേഷൻ എനർജി പരമാവധി താഴ്ത്തും. ഈ കാണിച്ചിരിക്കുന്നത് ആക്ടിവേഷൻ എനർജി, ഇവിടെ പീക്ക് ഇവിടെ വരുന്നത് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈമാണ്. എൻസൈം പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ട്രാൻസിസ്റ്റർ എത്താനുള്ള എനർജി ഇത്രയും മതി. ദിസ് ഈസ് ദ ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. അപ്പോൾ നമ്മൾ എൻസൈം റിയാക്ഷൻ്റെ വേഗത കൂട്ടും എന്ന് പറയുമ്പോൾ അതിൻ്റെ മെക്കാനിസം ഇതാണ്. ഇതിൽ വിത്തൗട്ട് എൻസൈം ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം, ദിസ് ഈസ് ദ ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ എൻസൈം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? അതിൻ്റെ ആൻസർ ഇതാണ്, എൻസൈം ബ്രിങ്സ് ഡൗൺ ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദ സബ്സ്ട്രേറ്റ്. ഒരു സബ്സ്ട്രേറ്റിൻ്റെ ആക്ടിവേഷൻ എനർജി പരമാവധി താഴ്ത്തുന്നു. ആൻഡ് ഹെൽപ്സ് ടു ഫോം ദ പ്രൊഡക്റ്റ് മോർ ഈസിലി. ഇപ്പോൾ വേഗത്തിൽ എന്ത് ചെയ്യും? അധികം ഇയാൾക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. വേഗത്തിൽ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറും, റിയാക്ഷൻ വേഗത കൂടും. ഓക്കെ, അപ്പോൾ എൻസൈം റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നത് എങ്ങനെയാണ്? ബ്രിങ്സ് ഡൗൺ ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദ സബ്സ്ട്രേറ്റ് ആൻഡ് ഹെൽപ്സ് ടു ഫോം ദ പ്രൊഡക്റ്റ് മോർ ഈസിലി. രണ്ട് ഭാഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ, എൻസൈം പ്രവർത്തിക്കുന്ന രീതി. മറ്റൊന്ന്, ഹൗ ഡസ് ദ എൻസൈം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഹൗ ഡസ് ദ എൻസൈം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രാഫിനെ വെച്ചുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ് ആക്സിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ്റെ പുരോഗതി, സബ്സ്ട്രേറ്റ് മുന്നോട്ട് പോകുന്നതോറും പ്രൊഡക്റ്റായി മാറുന്നു, അതിന് പ്രോഗ്രസ് ആണ്. അപ്പം പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? മുന്നോട്ട് പോകുന്നതോറും അതിന് മാറ്റം ഉണ്ടാകും. ദിസ് ഈസ് ദ എനർജി ബാർ. വൈ ആക്സിൽ നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി എടുക്കുക. ഇത് നമ്മൾ വിത്തൗട്ട് എൻസൈം അത് കാണിക്കാൻ പറ്റും, ഇത് വിത്ത് എൻസൈം. അപ്പോൾ വിത്ത് എൻസൈം വരുമ്പോൾ എന്തായിരിക്കണം? ട്രാൻസിറ്റ് സ്റ്റേറ്റ് ഇതിനേക്കാളും താഴ്ന്നു കിട്ടും. അപ്പോൾ എൻസൈം ബ്രിങ്സ് ഡൗൺ ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദ സബ്സ്ട്രേറ്റ് ആൻഡ് ഹെൽപ്സ് ടു ഫോം ദ പ്രൊഡക്റ്റ് മോർ ഈസിലി. ഓക്കെ, ആക്ടിവേഷൻ എനർജി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ദ എനർജി റിക്വയർഡ് ഫോർ എ സബ്സ്റ്റൻസ് ടു റീച്ച് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഒരു സബ്സ്റ്റൻസിന് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്താൻ വേണ്ട എനർജി എന്ന് വിളിക്കുന്നു? ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ പറഞ്ഞ കാര്യങ്ങളും ആ ഗ്രാഫ് ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ്. എൻസൈംസിന് പല ഗ്രൂപ്പാക്കി എടുത്തിരിക്കാം. ഓക്സിഡോ റിഡക്റ്റേസസ്, ട്രാൻസ്ഫറൈസസ്, ഐസോമെറൈസസ്, ഹൈഡ്രോലൈസസ്, ലയേസ്, ലിഗേസ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ്. ഇതിനൊക്കെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയണം. Classification of enzymes. Oxidoreductases, these are also called dehydrogenase എന്ന് പറയും. Oxidoreductase or dehydrogenase. യെസ്, ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നു എന്ന് വെച്ചുകൊണ്ട് ആ പേര് ഇങ്ങനെ മാറുന്നത്. കെമിക്കൽ റിയാക്ഷൻ പല ടൈപ്പ് ഉണ്ട്. ഓക്സിഡേഷൻ, റിഡക്ഷൻ റിയാക്ഷൻ എന്നൊക്കെ അറിയാം. മറ്റൊന്ന് ഹൈഡ്രോളിറ്റിക് റിയാക്ഷൻ ഉണ്ട്, ഐസോമറിക് റിയാക്ഷൻ ഉണ്ട്. അങ്ങനെ ഏത് ടൈപ്പ് റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നു എന്ന് നോക്കിയിട്ട് എൻസൈംസ് നമ്മൾ പല പേരിൽ അറിയപ്പെടും. ആരാണ് oxidoreductases? These are a group of enzymes which catalyze oxidation reduction reaction അല്ലെങ്കിൽ oxido-reduction reaction between two substrates. രണ്ട് സബ്സ്ട്രേറ്റുകൾ തമ്മിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഓക്സിഡേഷൻ നടക്കുമോ, അഡ്ജസൻറ്റ് റിഡക്ഷൻ നടക്കും, ഓക്സീകരണവും നിരോക്സീകരണവും. യെസ്, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ കെമിസ്ട്രിക്കകത്ത് പഠിക്കണം. അത്തരം റിയാക്ഷൻ നമ്മുടെ ബോഡിക്കകത്തും റിയാക്ഷൻസ്, ഹൈഡ്രോളിറ്റിക് റിയാക്ഷൻ ഉണ്ട്, ഡൈജസ്റ്റീവ് റിയാക്ഷൻ ഒക്കെ ഹൈഡ്രോളിസിസാണ്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോഡിക്കകത്തല്ല ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് എൻസൈംസിന് പല പേര് കൊടുത്തിരിക്കുന്നു. ഓക്സിഡോ റിഡക്റ്റേസസ് മീൻസ് പേര് തന്നെയുണ്ട്, എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. അതല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ്സ്. അത് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ കൊടുക്കുക. എസ് ഒരു സബ്സ്ട്രേറ്റ് ആണ്, അത് ഇപ്പോഴെന്താണോ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് എന്തുകൊണ്ട് കൊടുക്കുക, ഓക്സിഡൈസ്ഡ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ്. മറ്റൊരു സബ്സ്ട്രേറ്റ് എസ് ഡാഷ്,
എസ് ഡാഷ് അയാൾ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്, ഓക്സിഡൈസ്ഡ്. ആ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഈ എസ് ഓക്സിഡൈസ്ഡായി, അപ്പം എന്തായിരിക്കും എസ് ഡാഷ് റെഡ്യൂസ്ഡ് ആവും. ഇതൊരു റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഏത് റിയാക്ഷനെ? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാം. നമ്മുടെ ടെക്സ്റ്റിനകത്ത് റെപ്രസെന്റേഷൻ ഉണ്ട്. റെപ്രസെന്റേഷൻ വന്നിട്ട് ആ റിയാക്ഷനകത്ത് പങ്കെടുക്കുന്ന എൻസൈംസ് ആരാൻ ചോദിക്കും. ഈ ഒരു റിയാക്ഷനാണോ കാണുന്നത്, നമ്മൾ ആരാ എൻസൈം പറയുക? ഓക്സിഡോ റിഡക്റ്റേസ്. ആ റിയാക്ഷനകത്ത് പങ്കെടുക്കുന്ന എൻസൈം ഓക്സിഡോ റിഡക്റ്റേസ്. ദിസ് റിയാക്ഷൻ ഈസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. എസ് ഡാഷ് രണ്ട് സബ്സ്റ്റൻസുകൾ, അതിൽ എസ് റിഡ്യൂസ്ഡ് സ്റ്റേറ്റ്, എസ് ഡാഷ് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ്. അത് റിയാക്ഷൻ കഴിയുമ്പോൾ നേരെ തിരിഞ്ഞു വരും. എസ് ഓക്സിഡൈസ്ഡ്, എസ് ഡാഷ് റെഡ്യൂസ്ഡ്. നിങ്ങളിവിടെ എസിന് ഓക്സിഡൈസ്ഡ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ റെഡ്യൂസ്ഡ് വരും. അപ്പോൾ അത് വെച്ചുകൊണ്ട് അവിടെ വരും. അപ്പോൾ എവിടെ ഓക്സിഡേഷൻ നടക്കുമോ അഡ്ജസൻറ്റ് റിഡക്ഷൻ നടക്കും. അപ്പം അങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷൻ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡോ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയാം. A group of enzymes which catalyze oxidation reduction reaction, they are called oxidoreductases. അത്തരം ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത്തരം ഈ റിയാക്ഷൻ ക്വസ്റ്റിനെ തന്നിട്ട് ഇതിൽ പങ്കെടുക്കുന്ന എൻസൈം എ ആരാന്ന് ചോദിക്കും. വാട്ട് ഈസ് എ? എ ഈസ് ഓക്സിഡോറിഡക്റ്റേസ്. ഇനി ട്രാൻസ്ഫറേസസ്, എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ട്രാൻസ്ഫറിംഗ് ഓഫ് എ ഗ്രൂപ്പ് ബിറ്റ്വീൻ എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ്സ്, ഓക്കെ. രണ്ട് സബ്സ്ട്രേറ്റ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പിന്, ഒരു അമിനോ ഗ്രൂപ്പോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. ദ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ദ ട്രാൻസ്ഫറിംഗ് ഓഫ് എ ഗ്രൂപ്പ് ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ്സ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ്സ്. ഇതൊക്കെ എക്സാമ്പിൾ ഉണ്ട്. നമ്മളിപ്പം ഓക്സിഡോറിഡക്റ്റേസ് ഗ്രൂപ്പിൻ്റെ പേരാണ് സൈറ്റോക്രോം ഓക്സിഡേസ്, ഒരു എൻസൈമിൻ്റെ പേരാണ്. നമ്മളുമായി ബന്ധമുള്ള എൻസൈമാണ് സൈറ്റോക്രോം ഓക്സിഡേസ്. അങ്ങനെ നമുക്ക് ഓരോന്നിനും എക്സാമ്പിൾ എൻസൈംസ് ടെക്സ്റ്റിനകത്ത് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ പറയാത്തത്. അപ്പോൾ ട്രാൻസ്ഫറേസ് എന്ന് പറയുമ്പം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇതാണ്. എസ്, അതിനോടൊരു ഗ്രൂപ്പ് ഉണ്ട്, അമിനോ ഗ്രൂപ്പോ ആരായിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ഉണ്ട്, പ്ലസ് എസ് ഡാഷ്. റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഇയാളുടെ ഗ്രൂപ്പിന് എന്ത് ചെയ്തു, ഇയാൾക്ക് കിട്ടി. ഈ ഗ്രൂപ്പ് ഇയാളെ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി. ഇതാ മാറ്റം ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ മുകളിലുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ മറ്റൊരു സബ്സ്റ്റൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദ എൻസൈംസ് ആർ കോൾഡ് ട്രാൻസ്ഫറേസ്. ഓക്കെ, എന്താണ് ട്രാൻസ്ഫറേസസ്? എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ട്രാൻസ്ഫറിംഗ് ഓഫ് എ ഗ്രൂപ്പ് ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ്സ്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ഇതൊരു ട്രാൻസ്ഫറിംഗ് റിയാക്ഷൻ ആണ്. ഇവിടെ പങ്കെടുക്കുന്ന എൻസൈം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ എന്താണോ, ഇവിടെ പങ്കെടുക്കുന്ന ആൾ ആരാണ്? ട്രാൻസ്ഫറേസ്. എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ട്രാൻസ്ഫറിംഗ് ഓഫ് എ ഗ്രൂപ്പ് ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ്സ്. ഇതൊക്കെ നമുക്ക് ട്രാൻസ്ഫറേസിന് എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ എക്സാമ്പിൾസ് ടെക്സ്റ്റിനകത്ത് ഇല്ലാത്തതുകൊണ്ട് പഠിക്കണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്സിഡോറിഡക്റ്റേസസ്, ട്രാൻസ്ഫറേസസ്. ദെൻ ഐസോമറേസസ്. ഐസോമറേസസ് എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഐസോമറിക് റിയാക്ഷൻ. ഐസോമർസ് നിങ്ങൾക്കറിയാം, സ്ട്രക്ചർ മാറും എന്നാൽ എംപിരിക്കൽ ഫോർമുലയിൽ മാറ്റമൊന്നുമില്ല. ബട്ട് ഐസോമറൈസസ് എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഐസോമറിക് റിയാക്ഷൻ. അതിനൊന്നും റെപ്രസെൻറ്റേഷൻ ടെക്സ്റ്റിനകത്ത് കൊടുത്തില്ല. ടെക്സ്റ്റിനകത്ത് 3 സ്ഥലത്ത് റെപ്രസെൻറ്റേഷൻ ഉള്ളത്. നമുക്ക് റെപ്രസെൻറ്റേഷൻ വരുന്നൊന്നും ഇവിടെയാണ്. അപ്പോൾ ആ റെപ്രസെൻറ്റേഷൻ അതേപോലെ വന്നാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഐസോമറൈസസ് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഐസോമറിക് റിയാക്ഷൻ. അതിനൊക്കെ എക്സാമ്പിൾ ഉണ്ട്. ഹെക്സോസ് ഐസോമറൈസ്, 6 കാർബണുള്ള ഗ്ലൂക്കോസിന് 6 കാർബണുള്ള ഫ്രക്ടോസ് ആക്കി മാറ്റും. ഇതൊക്കെ നമ്മൾ ബോട്ടണിക്കകത്തൊരു ഭാഗത്ത് പഠിക്കും. ഹെക്സോസ് ഐസോമറൈസ് ഒരു ഐസോമറൈസിന് എക്സാമ്പിൾ. യെസ്, ഇതിന് എക്സാമ്പിൾ ഉണ്ട്. ഗ്ലൂക്കോസ് ഫ്രക്ടോസും അതിനിടയ്ക്ക് അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. യെസ്, ഹൈഡ്രോലൈസ് എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വെച്ച് കാറ്റലൈസ് ഹൈഡ്രോളിറ്റിക് റിയാക്ഷൻ. ഹൈഡ്രോളിസിസ്, വാട്ടറിൻ്റെ പ്രസൻസിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നില്ലേ? ഇപ്പോൾ പെപ്റ്റൈഡ് ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ വാട്ടർ അങ്ങോട്ട് ആഡ് ചെയ്യണം. അപ്പോഴെന്ത് ചെയ്യുക, ആ വാട്ടറിന്ന് OHന് രണ്ടാളും ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്തു, ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഗ്ലൈക്കോസിലേക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വാട്ടറിനെ ആഡ് ചെയ്യണം. കാരണം ആ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ വാട്ടർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബോഡിക്കകത്ത് എവിടെ ഹൈഡ്രോളിറ്റിക് റിയാക്ഷൻ, വാട്ടറിൻ്റെ പ്രസൻസിൽ ഏത് റിയാക്ഷൻ നടക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് പറയും. അതിൽ പങ്കെടുക്കുന്ന എൻസൈമുകൾ ഹൈഡ്രോലൈസ് എന്ന് പറയും. ഹൈഡ്രോലൈസിന് എക്സാമ്പിൾ ഓൾ ഡൈജസ്റ്റീവ് എൻസൈംസ്. നമ്മൾ അടുത്ത ചാപ്റ്റർ അത് പഠിക്കും. ഡൈജഷൻ, അബ്സോർപ്ഷൻ. ഏത് നിങ്ങളുടെ ഡൈജഷനുമായി ബന്ധപ്പെട്ട എൻസൈംസും ആരാന്ന് ഹൈഡ്രോലൈസിൻ്റെ ഗ്രൂപ്പിനകത്ത് വരും. എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഹൈഡ്രോളിസിസ്, എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഐസോമറിക് റിയാക്ഷൻ,
a group of enzymes which catalyze transferring of a group between two substrates, a group of enzymes which catalyze oxido-reduction reaction between two substrates. Okay, ഇനി ആരാണ് ലയേസസ്? എല്ലാ കെമിക്കൽ ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നത് വാട്ടർ പ്രസൻസിലല്ല. അങ്ങനെ വാട്ടർ പ്രസൻസിലല്ലാതെ ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു അതിനൊക്കെ നമ്മൾ ലിറ്റിക് റിയാക്ഷൻ എന്ന് പറയും. അതിൽ പങ്കെടുക്കുന്ന നമ്മൾ ലയേസ് എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ദ റിമൂവൽ ഓഫ് എ ഗ്രൂപ്പ് ഫ്രം എ സബ്സ്ട്രേറ്റ് ബൈ എ പ്രോസസ് അതർ ദാൻ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് എന്നുള്ള പ്രോസസ്സ് വഴിയല്ലാതെ വാട്ടറിൻ്റെ പ്രസൻസിലല്ലാതെ എവിടെ ഒരു ബോണ്ട് പൊട്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നു അതൊക്കെ എന്തായിരിക്കും? ലയേസ് ആയിരിക്കും. എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് the removal of a group from one substrate by a mechanism other than hydrolysis. Hydrolysis ആണോ ഹൈഡ്രോളിസിസ് എന്ന് പറയും. ഹൈഡ്രോളിസിസ് വഴി അല്ലാതെയാണെങ്കിൽ നമ്മളതിനെ ലയേസ് എന്ന് പറയും. അത്തരമൊരു റിയാക്ഷൻ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കാണിക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ഇതിന് മുകളിലുള്ള ഗ്രൂപ്പാണ് എക്സ് വൈ എന്ന് കൊടുത്താൽ ഒരു റിയാക്ഷൻ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഈ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തു, ഇയാൾ വേറെയായി. അതങ്ങനെ വേറെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഈ റിയാക്ഷനകത്ത് പങ്കെടുക്കുന്ന ആരാണ്? ലയേസ് ആണ്. ഇതാണോ റിയാക്ഷൻ റെപ്രസെൻറ്റേഷൻ തരുന്നത്? ലയേസ് ആയിരിക്കണം. ഇതാണെങ്കിൽ ട്രാൻസ്ഫറേസ്, ഇതാണെങ്കിൽ ഓക്സിഡോ റിഡക്റ്റേസ്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. നമ്മൾ ടെക്സ്റ്റിനകത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പരീക്ഷയ്ക്ക് വരില്ല. അപ്പോൾ അതിൽ ഐസോമറിക് റിയാക്ഷൻ ആണെങ്കിൽ ഐസോമറിസ് പറയും ദ റിമൂവൽ ഓഫ് എ ഗ്രൂപ്പ് ഫ്രം വൺ സബ്സ്ട്രേറ്റ് ബൈ എ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോളിസിസ്. ഇനി പൊട്ടിക്കുന്നൊക്കെ ലയേസ്, ഒട്ടിക്കുന്ന ആൾ ലിഗേസ് എന്ന് പറയാം. മോളിക്യൂൾസ് കൂടിച്ചേർന്ന് മറ്റേ അതിനേക്കാളും ഹയർ മോളിക്യൂളായി മാറുന്നില്ലേ, അതിലൊക്കെ പങ്കെടുക്കുന്ന ആൾ ലിഗേസ്. എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ദ ലിങ്കിങ് ടുഗദർ ഓഫ് ടു കോമ്പൗണ്ട്സ്. രണ്ട് സ്മോളർ കോമ്പൗണ്ട്സ് കൂടി ചേർന്ന് ഒരു വലിയ കോമ്പൗണ്ട്സായി മാറുന്ന റിയാക്ഷൻ. എപ്പോഴും ബോണ്ട് ബ്രേക്ക് ചെയ്യൽ മാത്രമല്ല, ബോണ്ട് ഫോർമേഷൻ നടക്കും. ചെറുത് കൂടി ചേർന്ന് വലുതായി മാറും. അങ്ങനെ രണ്ട് കോമ്പൗണ്ട്സ് കൂടി ചേർന്ന് മറ്റൊന്നായി മാറുന്ന റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ നമ്മൾ ലിഗേസ്. ലിഗേസിന് വിളിക്കുമ്പോൾ മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയും. മോളിക്യൂൾസിനെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗമ്മാണ് ലിഗേസ്. ലിഗേസിനെ വിളിക്കുന്ന കോമൺ നെയിം മോളിക്കുലാർ ഗ്ലൂ. ദ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ലിങ്കിങ് ടുഗദർ ഓഫ് ടു കോമ്പൗണ്ട്സ്. ഓക്കെ, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് ഒക്കെ സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന ഏതെങ്കിലും 3 എഴുതി കഴിഞ്ഞാൽ 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഓക്സിഡോ റിഡക്റ്റേസസ്, ട്രാൻസ്ഫറേസസ്. ഇതൊക്കെ ASC ആണ്. എൻസൈംസിൻ്റെ ലാസ്റ്റ് ഭൂരിഭാഗം എൻസൈമിൻ്റെയും എൻഡ് ASC ആണ്. ഓക്സിഡോ റിഡക്റ്റേസസ്, ട്രാൻസ്ഫറേസസ്, ഐസോമറൈസസ്, ഹൈഡ്രോലൈസ്, ലയേസ്, ലിഗേസ്. ഒന്ന് വേഗം പറഞ്ഞു നോക്കി. എല്ലാം സെൻറ്റൻസ് സ്റ്റാർട്ടിങ് സെയിം. എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ്, എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് വിച്ച് കാറ്റലൈസ്, വേഗത വർദ്ധിപ്പിക്കുന്നു. ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ്സ്. A group of enzymes which catalyze the transferring of a group between two substrates. A group of enzymes which catalyze isomeric reaction. A group of enzymes which catalyze hydrolytic reaction. Water in the presence. A group of enzymes which catalyze the removal of a group by a mechanism other than hydrolysis. A group of enzymes which catalyze linking together of two compounds. Okay. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ. എൻസൈമിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? എൻസൈംസ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അത് മറ്റുള്ള ഫാക്ടേഴ്സിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ഇതൊക്കെ വെച്ചുകൊണ്ട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ, എൻസൈമിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ. അതിലൊന്ന് ടെമ്പറേച്ചറാണ്. എൻസൈമിൻ്റെ ആക്ടിവിറ്റിയും ടെമ്പറേച്ചർ തമ്മിലുള്ള ബന്ധം എന്താണ്? എൻസൈം ആക്ടിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ നമ്മളൊരു ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ വഴിയാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ പറയുക. നമ്മൾ ടെമ്പറേച്ചറോടെ എടുക്കുക, X ആക്സിൽ, Y ആക്സിൽ എൻസൈം ആക്ടിവിറ്റി എടുക്കുക. എൻസൈമിൻ്റെ പ്രവർത്തനം, എൻസൈം ആക്ടിവിറ്റി. ഇപ്പോൾ എൻസൈം റിയാക്ഷൻ്റെ വേഗത കൂട്ടും. അത് എല്ലാ സമയത്തും ഒരേപോലെയല്ല. ടെമ്പറേച്ചർ വളരെ കുറവാണോ എൻസൈം ആക്ടിവിറ്റി കുറവായിരിക്കും. എൻസൈംസിന് ശരിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഒരു എൻസൈം ആക്ടിവിറ്റിയും എൻസൈമിൻ്റെ പ്രവർത്തനവും ടെമ്പറേച്ചർ തമ്മിലുള്ള ബന്ധം 0 ഡിഗ്രി സെൽഷ്യസിൽ എൻസൈംസും ഇനാക്റ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻസൈം ആക്ടിവിറ്റിയും കൂടും. അങ്ങനെ കൂടി മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. അതിനേക്കാൾ കൂടുമ്പോഴത്തേയും എൻസൈമിൻ്റെ ആക്ടിവിറ്റി കുറയുകയും ചെയ്യും. ഹൈ ടെമ്പറേച്ചറിൽ എൻസൈം പൊട്ടിപ്പോകും. എൻസൈംസ് ആർ പ്രോട്ടീൻ. അപ്പോൾ എന്ത് ചെയ്യും? ഡിനാച്ചുറേഷൻ നടക്കും. അപ്പോൾ നേരെ ഇയാൾ 0ലേക്ക് വരും.
ഇപ്പോൾ ടെമ്പറേച്ചറും എൻസൈം ആക്ടിവിറ്റി നമ്മളുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക. എന്താ ഈ ഗ്രാഫ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുക? അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് എൻസൈംസ് ആർ ഇനാക്റ്റീവ്. 0 ഡിഗ്രി സെൽഷ്യസിൽ എൻസൈം ഇനാക്റ്റീവ് ആയിരിക്കും. ഇതാണ് റെഫ്രിജറേറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. നമ്മുടെ ഫ്രിഡ്ജില്ലേ, ഫ്രീസറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാ. ഫ്രീസറിനകത്ത് വസ്തുക്കൾ വെച്ച് കഴിഞ്ഞാൽ അത് കേടുകൂടാതെ ഡാമേജ് വരാതിരിക്കാനുള്ള, അതിനകത്ത് ഫംഗസ് വരാതിരിക്കാനുള്ള, ബാധിക്കാതിരിക്കാനുള്ള കാരണം ഇതാണ്. ഭക്ഷണത്തെ കേടാക്കുന്ന ആൾ ബാക്ടീരിയ, ഫംഗസ്. ഈ ബാക്ടീരിയ, ഫംഗസ് ഫ്രിഡ്ജിനകത്ത്, ഫ്രീസറിനകത്ത് ഉണ്ടെങ്കിലും അതിൻ്റെ അവിടെയുള്ള എയറിനകത്ത് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ എൻസൈംസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഫുഡിന് മുകളിൽ വന്ന് അതിൻ്റെ എൻസൈംസ് റിലീസ് ചെയ്യുമ്പോഴാണ് അത് കേടാകുന്നത്. ഇപ്പോൾ ഫ്രീസർ നിങ്ങൾ 0 ഡിഗ്രി സെൽഷ്യസ് എപ്പോൾ കീപ്പ് ചെയ്യൂ, മൈക്രോ ഓർഗാനിസംസിൻ്റെ എൻസൈം ഇനാക്റ്റീവ് ആയിരിക്കും. അത് ഇനാക്റ്റീവ് ആണോ ആ സാധനം അങ്ങനെ തന്നെ കിടക്കും. ഇവിടെയാണോ? അപ്പോൾ നമ്മൾ ഫ്രീസറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് എൻസൈംസ് ആർ ഇനാക്റ്റീവ്. അപ്പോൾ ടെമ്പറേച്ചർ നല്ലോണം കുറഞ്ഞാൽ അല്ലേ ആൾക്കാർ അതിശൈത്യം വഴി തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ മരിക്കാറുണ്ട്. കാലാവസ്ഥയിൽ നല്ല തണുപ്പ് കൂടുമ്പോഴത്തേയും നമ്മൾ മരിക്കാനുള്ളൊരു കാരണം എന്താണോ? ബോഡിക്കകത്തുള്ള എൻസൈംസ് ഇനാക്റ്റീവ് ആവും. എൻസൈംസ് ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ലൈഫ് പ്രോസസ്സിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ എൻസൈംസ് എപ്പോഴും ടെമ്പറേച്ചർ 0 ആണോ ഇനാക്റ്റീവ് ആയിരിക്കും. അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് എൻസൈംസ് ആർ ഇനാക്റ്റീവ്. എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻസൈം ആക്ടിവിറ്റിയും കൂടും. അങ്ങനെ എൻസൈംസ് അതിൻ്റെ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്ന ടെമ്പറേച്ചർ ഉണ്ടാവും. മാക്സിമം ആക്ടിവിറ്റി അങ്ങനെ കൂടി പോകില്ല. ഒരു ടെമ്പറേച്ചറിൽ അതിന് മാക്സിമം ആക്ടിവിറ്റി, പിന്നെ അത് കുറയുകയും ചെയ്യാം. അങ്ങനെ എൻസൈം ആക്ടിവിറ്റി മാക്സിമം കാണിക്കുന്ന ഈ ടെമ്പറേച്ചറിൽ ഇതിന് വിളിക്കുക നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഭൂരിഭാഗം എൻസൈംസിൻ്റെയും ഒപ്റ്റിമം ടെമ്പറേച്ചർ 40-45 ഡിഗ്രി സെൽഷ്യസ് അതിനിടയ്ക്കായിരിക്കും. നമുക്ക് വേണമെങ്കിൽ 35 to 45 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. വളരെ എന്താണോ കുറഞ്ഞ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒപ്റ്റിമം കാണിക്കുന്ന എൻസൈംസ് ഒക്കെ ഉണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ ഒപ്റ്റിമം കാണിക്കുന്ന എൻസൈംസ് ഉണ്ട്. തെർമോ ലയബിൾ എൻസൈംസ് ഒക്കെ ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് എന്തായിരിക്കും ബിറ്റ്വീൻ 35 and 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എൻസൈം ആക്ടിവിറ്റി ഈസ് മാക്സിമം. ഏത് ടെമ്പറേച്ചറിലാണോ ഒരു എൻസൈം അതിൻ്റെ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. എല്ലാ എൻസൈംസിനും ഒരേ ടെമ്പറേച്ചർ അല്ല, പക്ഷേ ഏത് എൻസൈമിൽ നിന്നുണ്ടാവും ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടാവും. എബോവ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ, പിന്നെ നമ്മൾ ടെമ്പറേച്ചർ കൂടുക ചെയ്യുന്നു, പക്ഷേ എൻസൈം ആക്ടിവിറ്റി കുറയുകയും ചെയ്യും. എബോവ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ എൻസൈം ആക്ടിവിറ്റി ഡിക്രീസസ്. അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ എൻസൈംസ് ആർ ഡിനാച്ചുറൽ. ഡിനാച്ചുറൽ എന്ന് പറഞ്ഞാൽ അത് തകർന്നു പോകും. ഇനാക്റ്റീവ് ടെമ്പററി പ്രോസസ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് ആക്റ്റീവ് ആവും. ഡിനാച്ചുറൽ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ലോസ് ഫോർ എവർ, പിന്നെ തിരിച്ച് ആക്റ്റീവ് ആകുമല്ലോ. അറ്റ് വെരി ഭയങ്കര ചൂട് വന്നെന്ത് ചെയ്യും, ടീപ്പൊള്ളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ചൂട് വന്നെന്ത് ചെയ്യും, ബോഡിക്കകത്ത് എൻസൈംസ് തകർന്നു പോകും. അങ്ങനെ ആൾക്കാർ മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെരി ഹൈ ടെമ്പറേച്ചർ എൻസൈംസ് ആർ ഡിനാച്ചുറൽ. അപ്പോൾ എൻസൈം ആക്ടിവിറ്റിയും ടെമ്പറേച്ചർ തമ്മിലുള്ള ബന്ധം ഈ ഗ്രാഫ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് എൻസൈംസ് ആർ ഇനാക്റ്റീവ്. എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എൻസൈംസ് ഷോ മാക്സിമം ആക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൾഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. Above the optimum temperature, enzyme activity decreases. At very high temperature, enzymes are denatured. അപ്പോൾ അതും ഇയാളുടെ ആക്ടിവിറ്റി കുറയും. അങ്ങനെ ടെമ്പറേച്ചർ നല്ലോണം കൂടുമ്പോഴത്തേക്കും അത് ഡിനാച്ചുറഡ് ആവും. അപ്പോൾ വീണ്ടും ആക്ടിവിറ്റി 0 വരും. എപ്പോഴും ഗ്രാഫ് എന്തായിരിക്കും? ഈ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. അപ്പോൾ ടെമ്പറേച്ചറും എൻസൈം ആക്ടിവിറ്റിയും കാണിക്കുന്ന ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റണം. ഗ്രാഫ് ക്വസ്റ്റിനകത്ത് വന്നാൽ അത് വെച്ചുകൊണ്ട് ഒരു 4 പോയിന്റ്സ് പറയാൻ പറ്റണം. എന്തൊക്കെ പറയാം? അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് എൻസൈംസ് ആർ ഇനാക്റ്റീവ്. Enzyme activity increases with the increase in temperature. The enzymes show maximum activity at a particular temperature called optimum temperature. Above the optimum temperature, enzyme activity decreases. At very high temperature, enzymes are denatured. Okay. ഇനി pHും enzyme activity തമ്മിലുള്ള ബന്ധം. Enzyme activity and pH. pH നിങ്ങൾക്കറിയാം, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ നമ്മൾ pH എന്ന് പറയും. pHന്റെ ഗ്രാഫും ഇതേപോലെ തന്നെ സെയിം ഷേപ്പ് ആയിരിക്കും. എന്താണോ pH കുറയുമ്പോൾ ആക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ ഏതൊരു എൻസൈമിനും അതിന് മാക്സിമം ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ അതിനൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ അതിലെത്തിയിരിക്കണം, അതുപോലെ ഒപ്റ്റിമം pH എത്തിയിരിക്കണം. അപ്പോൾ ഈ pHും ടെമ്പറേച്ചറൊക്കെ മാറുമ്പോൾ എൻസൈംസ് എന്തുണ്ടാവും? അതിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ pH കൂടുന്തോറും എന്താണോ എൻസൈം ആക്ടിവിറ്റി കൂടും. അങ്ങനെ എൻസൈം ആക്ടിവിറ്റി മാക്സിമം കാണിക്കുന്ന ഒരു pH ഉണ്ടാവും. എന്ത് വിളിക്കും നമ്മൾ അതിന്? ഒപ്റ്റിമം pH എന്ന് പറയും. എബോവ് ദ ഒപ്റ്റിമം pH എന്താണോ എൻസൈം ആക്ടിവിറ്റി ഡിക്രീസസ്. ഓക്കെ, ഇപ്പം എന്തൊക്കെ പറയും? നമ്മൾ ഡിനാച്ചുറൽ ടേം യൂസ് ചെയ്യില്ല. കാരണം pH എന്താണെന്ന് നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇനാക്റ്റീവ് ആവും. രണ്ടും ഇനാക്റ്റീവ് ആകും. വീണ്ടും pH മാറ്റണമെന്നേയും ഇയാൾ ആക്റ്റീവ് ആവും. ഇവിടെ എന്താണോ pH വളരെ കുറഞ്ഞാൽ ഇനാക്റ്റീവ് ആയിരിക്കും, കൂടുമ്പം കൂടി വരും. pH നല്ലോണം കൂടിക്കഴിഞ്ഞാലും ഇനാക്റ്റീവ് ആവും, അത് കുറയുമെന്തെയും കൂടി വരും.
ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കേസിൽ അതല്ല, ഒരു ടെമ്പറേച്ചറിനേക്കാളും അയാൾക്ക് താങ്ങാൻ പറ്റുന്ന ടെമ്പറേച്ചറിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഡിനാച്ചുറൽ. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറയുക, അറ്റ് വെരി ലോ പി എച്ച് എൻസൈം ആക്ടിവിറ്റി ഈസ് വെരി ലോ. അപ്പോൾ എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പി എച്ച്. Enzymes show maximum activity at a particular pH called optimum pH. Above the optimum pH, enzyme activity decreases. ഭൂരിഭാഗം എൻസൈംസിൻ്റെയും ഒപ്റ്റിമം പി എച്ച് ന്യൂട്രൽ പി എച്ച്. ഭൂരിഭാഗം എൻസൈംസും അറൗണ്ട് ന്യൂട്രൽ പി എച്ച് ആണ് വർക്ക് ചെയ്യുക. എന്നാൽ ചില എൻസൈംസ് അസിഡിക് മീഡിയത്തിൽ വർക്ക് ചെയ്യും, ചിലത് ആൽക്കലൈനിൽ വർക്ക് ചെയ്യും. ഓക്കെ, ഗ്യാസ്ട്രിക് ജ്യൂസിനകത്തൊക്കെ നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസ് ഇല്ലേ സ്റ്റൊമക്കിനകത്തല്ലേ, അവിടെയൊക്കെ നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസ് പറയും, അതൊക്കെ എന്താ അസിഡിക് മീഡിയത്തിൽ വർക്ക് ചെയ്യുന്ന എൻസൈമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പി എച്ച് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. സാധാരണ എൻസൈംസ് ഭൂരിഭാഗം എൻസൈംസിൻ്റെയും ഒപ്റ്റിമം പി എച്ച് അറൗണ്ട് ന്യൂട്രൽ പി എച്ച് ആയിരിക്കും. അപ്പോൾ പി എച്ചും എൻസൈം ആക്ടിവിറ്റി തമ്മിൽ ബന്ധം, എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പി എച്ച്. എൻസൈംസ് ഷോ മാക്സിമം ആക്ടിവിറ്റി അറ്റ് എ പെർട്ടിക്കുലർ പി എച്ച് കോൾഡ് ഒപ്റ്റിമം പി എച്ച്. എബവ് ദ ഒപ്റ്റിമം പി എച്ച് എൻസൈം ആക്ടിവിറ്റി ഡിക്രീസസ്. ഓക്കെ, ഇനി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും എൻസൈം ആക്ടിവിറ്റി തമ്മിൽ ബന്ധം. എൻസൈം ആക്ടിവിറ്റി ആൻഡ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, അത് നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കും. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് എൻസൈം ആക്ടിവിറ്റി. നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എടുക്കുക, ഇവിടെ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ്റെ സ്പീഡ് എടുക്കുക, വെലോസിറ്റി ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ. യെസ്, നമ്മൾ ഗ്രാഫ് ഈ ഒരു ഷേപ്പ് ആയിരിക്കും, ഇങ്ങനെ കിട്ടും. അതിൽ മാക്സിമം വെലോസിറ്റി, ഏത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലാണോ മാക്സിമം വെലോസിറ്റി നമ്മളതിന് വി മാക്സ് എന്നാണ് പറയുക. വി മാക്സ് ഇറ്റ് ഇസ് കോൾഡ് വി മാക്സ്. ടെക്സ്റ്റിനകത്ത് ഗ്രാഫ് കാണാം. ആ വെലോസിറ്റി മാക്സിമത്തിൻ്റെ പകുതി എത്താൻ എത്ര സബ്സ്ട്രേറ്റ് വേണോ അത് നമ്മൾ ഹാഫ് വി മാക്സ് ബൈ 2. ഹാഫ് വി മാക്സ് പറഞ്ഞാൽ വെലോസിറ്റി മാക്സിമം, ഹാഫ് വി മാക്സ് അതിനെത്താൻ വേണ്ട സബ്സ്ട്രേറ്റ് നമ്മൾ മൈക്കലീസ് കോൺസ്റ്റന്റ് എന്ന് പറയും. അതിനെപ്പറ്റിയൊന്നും ടെക്സ്റ്റിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് അതിനൊക്കെ അവിടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും എൻസൈമിൻ്റെ വേഗതയും തമ്മിലുള്ള, ആ റിയാക്ഷൻ്റെ വേഗതയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? സബ്സ്ട്രേറ്റിൻ്റെ അളവ് കുറവാണെങ്കിൽ, എൻസൈം കൂടുതലും സബ്സ്ട്രേറ്റ് കുറവുള്ളൊരു കണ്ടീഷൻ എടുക്കാമുള്ളത്. സബ്സ്ട്രേറ്റിൻ്റെ അളവ് കൂടുന്തോറും എന്തെയും റിയാക്ഷൻ്റെ വെലോസിറ്റിയും കൂടും. കാരണം കൂടുതൽ എൻസൈംസിലേക്ക് സബ്സ്ട്രേറ്റ് ഒന്ന് ബൈൻഡ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ 50 മോളിക്യൂൾസ് എൻസൈം ഉണ്ട്, ഒരു 10 മോളിക്യൂൾസ് സബ്സ്ട്രേറ്റ് ഉള്ളൂ കരുത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും 10 എൻസൈംസ് അവിടെ വർക്ക് ചെയ്യും, അതിൻ്റെ ആക്റ്റീവ് സൈഡിൽ സബ്സ്ട്രേറ്റ് ഉണ്ടാവും, ബാക്കി 40 എൻസൈംസ് വെറുതെ ഇരിക്കുക. ആ ഒരു സ്റ്റേറ്റ് നമ്മൾ എന്ത് സബ്സ്ട്രേറ്റിൻ്റെ അളവ് ഇങ്ങനെ കൂട്ടുന്നു, സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് കൂട്ടുന്നു. അപ്പോൾ കൂടുതൽ എൻസൈംസിലേക്ക് ആര് ബൈൻഡ് ചെയ്യും? ഈ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടും, അപ്പോൾ റിയാക്ഷൻ്റെ വേഗത കൂടും. അപ്പോൾ എന്ത് ചെയ്യും? വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടി വരും. അങ്ങനെ വന്ന് 50 സബ്സ്ട്രേറ്റ് വരുമ്പോൾ എന്തായിരിക്കും? എല്ലാ എൻസൈമും അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് ഉണ്ടാവും, എല്ലാ എൻസൈമും ഓക്യുപ്പൈഡ് ആയിരിക്കും. അപ്പോൾ ആയിരിക്കും വെലോസിറ്റി മാക്സിമം. ഏതാണോ എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ അതേ കോൺസെൻട്രേഷൻ സബ്സ്ട്രേറ്റ് വരുമ്പോൾ മാക്സിമം വെലോസിറ്റി ആയിരിക്കും. എൻസൈംസ് ഷോ മാക്സിമം വെലോസിറ്റി. At this velocity all the active site occupied by the substrate. അപ്പോൾ ആദ്യം ചെയ്യും എൻസൈം ആക്ടിവിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ increases with the increase in substrate. Finally the reaction reaches a maximum velocity. At this velocity all the active site occupied by the substrate. ഫ്രീ എൻസൈംസ് ഉണ്ടാവുക. പിന്നെയും നമ്മൾ സബ്സ്ട്രേറ്റിന് അളവിനെ കൂട്ടുന്നു. എൻസൈം അത് തന്നെ, സബ്സ്ട്രേറ്റിന് അളവ് മാത്രം കൂട്ടിയുകൊണ്ട് റിയാക്ഷൻ വെലോസിറ്റി കൂടില്ല. കാരണം എന്താണ്? ഫ്രീ എൻസൈംസ് ഇല്ല. ഈ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഫ്രീ എൻസൈംസ് ഇല്ല. അപ്പോൾ എന്തായിരിക്കും? അതേ വെലോസിറ്റി തന്നെ ഇയാൾ തുടർന്നു പോകും. ഫർദർ അഡീഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഹാസ് നോട്ട് ചേഞ്ച് ഇൻ ദ വെലോസിറ്റി ബിക്കോസ് ഫ്രീ എൻസൈംസ് ആർ നോട്ട് അവൈലബിൾ ടു ബൈൻഡ് വിത്ത് ദിസ് അഡീഷണൽ സബ്സ്ട്രേറ്റ്. അപ്പോൾ നമ്മൾ സബ്സ്ട്രേറ്റ് ആളുകൾ കൂട്ടുമ്പോൾ വെലോസിറ്റി സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പാരലൽ ടു ദാറ്റ് ഓഫ് ദ എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഇയാൾ വന്ന് കൂടി മാക്സിമം എത്തി, പിന്നെ പാരലായി മാറും. ഇനി ആ റിയാക്ഷൻ വെലോസിറ്റി കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എൻസൈംസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. അപ്പോൾ പിന്നെയും കൂടും. ഓക്കെ, ഇപ്പോൾ ഒരു എൻസൈമാറ്റിക് വെലോസിറ്റി ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷനും സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ബന്ധം ചെയ്താൽ the velocity of enzymatic reaction increases with the increase in substrate. Finally the reaction reaches a maximum velocity, that is Vmax. At this velocity all the active sites occupied by the substrate. Further addition of substrate has not changed in the velocity because free enzymes are not available to bind with the additional substrate.
ഓക്കെ, അതിൽ വെലോസിറ്റി മാക്സിമം എത്താൻ എത്ര സബ്സ്ട്രേറ്റ് വേണം? അതിൻ്റെ വെലോസിറ്റി മാക്സിമത്തിൻ്റെ പകുതി എത്താൻ എത്ര വേണോ? ദാറ്റ് ഇസ് കോൾഡ് കെ എം. കെ ഇസ് എ കോൺസ്റ്റന്റ്. എം മീൻസ് മൈക്കിളിസ് കോൺസ്റ്റന്റ്. അപ്പോൾ മൈക്കിളിസ് കോൺസ്റ്റന്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്ട്രേറ്റ് റിക്വയർഡ് ടു റീച്ച് ദ വെലോസിറ്റി ഹാഫ് ദ മാക്സിമം. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. നിങ്ങൾ കെ എം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. വെലോസിറ്റി മാക്സിമത്തിൻ്റെ പകുതി എത്താൻ, മാക്സിമത്തിന് എത്ര വേണോ അതിൻ്റെ പകുതി എത്താൻ എത്ര വേണോ അതിന് പേരാണ് മൈക്കിളിസ് കോൺസ്റ്റന്റ്. ഇത് സബ്സ്ട്രേറ്റിന് പാരാണ്. അപ്പം the amount of substrate required to reach the velocity half the maximum is called Michaelis constant, K. അപ്പോൾ ടെമ്പറേച്ചറും എൻസൈം ആക്ടിവിറ്റി തമ്മിലുള്ള ബന്ധം, pHും എൻസൈം ആക്ടിവിറ്റി തമ്മിലുള്ള ബന്ധം, സബ്സ്ട്രേറ്റിൻ്റെ അളവും എൻസൈമിൻ്റെ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ ഗ്രാഫ് ഇതേപോലെയാണ് വരയ്ക്കേണ്ടത്. ഇവിടെ നമുക്ക് 3 പോയിന്റ്സ് പറയാൻ പറ്റും. വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ്. ഫൈനലി ദ റിയാക്ഷൻ റീച്ചസ് മാക്സിമം വെലോസിറ്റി. At this velocity, all the active site, എല്ലാ എൻസൈംസിൻ്റെയും ആക്റ്റീവ് സൈറ്റിൽ എന്തുണ്ടാവും? സബ്സ്ട്രേറ്റ് ഉണ്ടാവും. നേരത്തെ എൻസൈം കൂടുതലും സബ്സ്ട്രേറ്റ് കുറവ് വരും. അപ്പോൾ സബ്സ്ട്രേറ്റ് കൂട്ടുമ്പോൾ കൂടുതൽ എൻസൈംസിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റ് വരും. All the enzymes, active site of the enzymes occupied by the substrate. Further addition of substrate എണ്ണം മാത്രം കൂട്ടേണ്ട കാര്യമില്ല. Because free enzymes are not available to bind with the additional substrate. ഓക്കെ, ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തോ. രണ്ട് ഭാഗം കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. അതിനകത്ത് അടുത്ത ഭാഗം കോ ഫാക്ടേഴ്സ് എന്ന് പറയും. കോ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻസൈംസ് നമ്മൾ പറഞ്ഞു കെമിക്കലി പ്രോട്ടീൻ ആയിരിക്കും. എൻസൈം നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. എൻസൈം ഏതൊരു എൻസൈം എന്ത് ചെയ്യണം? അതിന് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കൂടെ ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് കൂടി ഉണ്ടാവും. ഒരു എൻസൈം എന്ന് പറയുമ്പോൾ മേജർ പ്രോട്ടീൻ പാർട്ട് പ്ലസ് ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് കൂടി ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ പാർട്ട് പ്ലസ് നോൺ പ്രോട്ടീൻ പാർട്ട് ഈസ് ദ കംപ്ലീറ്റ് എൻസൈം. ഓക്കെ, അതിൽ ഒരു എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ട്, ദിസ് ഇസ് ദ പ്രോട്ടീൻ പാർട്ട് എന്ന് വരുന്നത്. പ്രോട്ടീൻ പാർട്ടിന് വിളിക്കുമ്പോൾ അപ്പോ എൻസൈം എന്ന് പറയും. അപ്പോ എൻസൈം ഈസ് നോട്ട് എൻ എൻസൈം, ഓൺലി ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം. പ്ലസ് നോൺ പ്രോട്ടീൻ പാർട്ട് ഈസ് കോൾഡ് കോ ഫാക്ടർ. കോ ഫാക്ടർ ഇസ് ദ നോൺ പ്രോട്ടീൻ പാർട്ട് ദറ്റ് ഈസ് ഈക്വൽ ടു ഹോളോ എൻസൈം, കംപ്ലീറ്റ് എൻസൈം, ഹോളോ എൻസൈം. അപ്പോൾ എൻസൈം പൂർണ്ണമാകണമെങ്കിൽ രണ്ട് ഭാഗം വേണം. പ്രോട്ടീൻ പാർട്ട് ദറ്റ് ഈസ് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ട് ദറ്റ് ഈസ് കോ ഫാക്ടർ. ഏതുപോലെ നമുക്ക് അത് പഠിക്കാൻ എളുപ്പവഴി ഒരു ടോയ് കാർ, കുട്ടികൾ കളിക്കുന്ന കാർ നമ്മൾ മനസ്സിൽ കാണും. ആ കംപ്ലീറ്റ് കാർ അതിൻ്റെ ബോഡി, അതിന് കൂടെ ബാറ്ററി കൂടി വരുമ്പോഴെന്ത് ചെയ്യുക? കാർ വർക്ക് ചെയ്യാൻ. ബാറ്ററി ഇല്ലെങ്കിൽ കാറിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ബാറ്ററി പോലെ ഉണ്ടാവും ഒരു കോ ഫാക്ടർ. ഈ കോ ഫാക്ടർ ഇല്ലാതെ ഇയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പോ എൻസൈം ദറ്റ് ഈസ് എ പ്രോട്ടീൻ പാർട്ട് പ്ലസ് നോൺ പ്രോട്ടീൻ പാർട്ട് ദറ്റ് ഈസ് ദ കോ ഫാക്ടർ ദറ്റ് ഈസ് ഈക്വൽ ടു കംപ്ലീറ്റ് എൻസൈം. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് അറിയണം. ഏതൊരു എൻസൈമിനും രണ്ട് ഭാഗം ഉണ്ടാവും, കോ ഫാക്ടർ പ്ലസ് അപ്പോ എൻസൈം. അപ്പം കോ ഫാക്ടർ ആരാണ്? കോ ഫാക്ടർ മീൻസ് നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈം. ആ കോ ഫാക്ടേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. ദേ ആർ 3 ടൈപ്സ്. വൺ ഈസ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, മറ്റൊന്ന് കോ എൻസൈം ഇനോർഗാനിക് അയോൺസ്. ഇതെല്ലാം കോ ഫാക്ടേഴ്സ് ആണ്. എപ്പോഴും നമ്മളൊരു കോ ഫാക്ടർ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുക. ദ കോ ഫാക്ടർ ഇസ് എൻ ഓർഗാനിക് കോമ്പൗണ്ട്. പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. പ്രോട്ടീൻ അല്ലാത്തൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കണം. ഇത് ഇനോർഗാനിക് ആണ്. ഇത് രണ്ടും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് പെർമനൻ്റ്ലി ബൈൻഡ് ടു ദ അപ്പോ എൻസൈം, പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ടു ദ അപ്പോ എൻസൈം. അപ്പോ എൻസൈംസിന് കൂടെ എല്ലാ സമയവും ഉണ്ടാവും. അതേസമയത്ത് കോ എൻസൈം ആണെങ്കിൽ എൻസൈം വർക്ക് ചെയ്യുമ്പോൾ അതിന് കൂടെ ഉണ്ടാവും. എൻസൈം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കോ എൻസൈം വേറെ ആയിരിക്കും, അപ്പോ എൻസൈം വേറെ ആയിരിക്കും. നോട്ട് പെർമനൻ്റ്ലി അറ്റാച്ച്ഡ്. ഇയാളാണെങ്കിലോ എല്ലാ സമയവും ഈ അപ്പോ എൻസൈമിന് കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് പെർമനൻ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. ഓക്കെ, ഏതുപോലെ ഉണ്ടാവും? ഒരു ടോയ് കാറിൻ്റെ ബാറ്ററി ഫിക്സഡ് ബാറ്ററി എന്ന് നമ്മൾ. അപ്പോൾ കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ബാറ്ററി അതിൻ്റെ കൂടെ ഉണ്ടാവും, അതേപോലെ ഉണ്ടാവും. അതേസമയം കോ എൻസൈം ആണെങ്കിലോ അതേ സംഭവം തന്നെ, നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് ബട്ട് നോട്ട് പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ടു ദ അപ്പോ എൻസൈം. നമ്മൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത് മാത്രം ആ ബാറ്ററി ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ബാറ്ററി അഴിച്ചു മാറ്റുക. ഇതാണെങ്കിൽ നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് പെർമനൻ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് ഹീം. ഹീം ഈസ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഹീമോഗ്ലോബിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഹീമിനെ പറയാം. ഹീം ഒരു നോൺ പ്രോട്ടീൻ പാർട്ടാണ്. അത് ഗ്ലോബിൻ്റെ കൂടെ കൂടി ചേർത്താൽ ഹീമോഗ്ലോബിൻ എന്ന് പറയും. അതാണ് ഹീമോഗ്ലോബിൻ, ബ്ലഡിനകത്തുള്ള ഹീമോഗ്ലോബിൻ. ഇനി ഹീം പല എൻസൈമിൻ്റെ കൂടെയുണ്ട്. ഒരു എൻസൈം വന്ന് പെറോക്സിഡൈസ് പറയും, പെറോക്സിഡൈസ്. ആ പെറോക്സിഡൈസ് ഉള്ള എൻസൈമിന് വർക്ക് ചെയ്യണമെങ്കിൽ പെറോക്സിഡൈസ്
ആ എൻസൈമിൻ്റെ കോഫാക്ടർ ആരാന്ന്? ഹീമാണ്. ഹീം ഈസ് ദ കോഫാക്ടർ ഓഫ് എൻസൈം പെറോക്സിഡേസ്. ആ ഹീം എന്നുള്ള എന്ത് ചെയ്യും? ഈ എൻസൈമിൻ്റെ കൂടെ ഫുൾ ടൈം അതിന് കൂടെ തന്നെ ഉണ്ടാവും. ഹീം ഈസ് പെർമനൻ്റ്ലി ബൗണ്ട് ടു ദ എൻസൈം. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഒരു ഒരു നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കണം ആൻഡ് പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ടു ദ അപ്പോ എൻസൈം. അപ്പോൾ അപ്പോ എൻസൈമിൻ്റെ കൂടെ സ്ഥിരമായി നിൽക്കുന്ന കോഫാക്ടർ പേരാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഇറ്റ് ഈസ് എ നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ടു ദ അപ്പോ എൻസൈം. കോ എൻസൈം ആണെങ്കിൽ ഇറ്റ് ഈസ് എ നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് നോട്ട് പെർമനൻ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. ഇത് രണ്ടും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് പെർമനൻ്റ്ലി അറ്റാച്ച്ഡ്, ഓർഗാനിക് കോമ്പൗണ്ട് നോട്ട് പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ടു ദ അപ്പോ എൻസൈം. അത്തരത്തിൽ കോ എൻസൈംസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് NAD, FAD, FMN. ഇതൊക്കെ നമ്മൾ ബോട്ടണിക്കകത്ത് മറ്റു ചാപ്റ്റേഴ്സിൻ്റെ ഫുൾ ഫോം വരും. നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്, ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്, ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡ്. ഇതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. പല എൻസൈംസിൻ്റെ കൂടെ ഇതൊക്കെ കാണും. പല എൻസൈംസിൻ്റെയും ബാക്ടീരിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ ഇവരൊക്കെയാണ്. അതിന് പ്രത്യേകത അത് എൻസൈം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. ദീസ് ആർ ദ കോ എൻസൈംസ് ഓഫ് സം എൻസൈംസ്. അപ്പോൾ നമ്മൾ ഈ അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടറിലൂടെ നമുക്ക് ആര് വരാം? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ എഴുതാം. കോഫാക്ടറിലൂടെ കോ എൻസൈം എന്ന് എഴുതാം. ഓക്കെ, അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം ഇസ് ഈക്വൽ ടു ഹോളോ എൻസൈം. അപ്പോൾ അപ്പോ എൻസൈം അതിനകത്ത് എൻസൈം ഉണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് എൻസൈം അല്ല. കോ എൻസൈം അതിനകത്തും എൻസൈം ഉണ്ട്. കോ എൻസൈം ഇസ് നോട്ട് എ എൻസൈം, ഇറ്റ് ഈസ് ദ നോൺ പ്രോട്ടീൻ പാർട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നമുക്ക് എങ്ങനെ മാറ്റാം? അപ്പോ എൻസൈം കോഫാക്ടർ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് കൊടുക്കാം. അപ്പോൾ അപ്പോ എൻസൈം പ്ലസ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഹോളോ എൻസൈം, അല്ലെങ്കിൽ അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം ഇസ് ഈക്വൽ ടു ഹോളോ എൻസൈം. ഹോളോ എൻസൈം ആണ് കംപ്ലീറ്റ് എൻസൈം. അപ്പോൾ അതിൽ നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് നോട്ട് പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ടു ദ അപ്പോ എൻസൈം, ദറ്റ് ഇസ് കോൾഡ് കോ എൻസൈം. ഓക്കെ, NAD, FAD ആർ ദ കോ എൻസൈംസ് ഓഫ് സം എൻസൈംസ്. പൊർട്ടിക്കുലർ എൻസൈം നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല. അപ്പോൾ ചില എൻസൈംസിന് കൂടെ ഇവർ കോ എൻസൈമായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ രണ്ട് ഗ്രൂപ്പിനകത്ത് വരാത്ത ആൾക്കാർക്ക് നമ്മൾ ഇനോർഗാനിക് അയോൺസ് എന്ന് പറയും. പല എൻസൈംസിനെയും ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇനോർഗാനിക് അയോൺസ് ഉണ്ടാവുക. ഡൈവാലന്റ് അയോൺസ്, ബൈവാലന്റ് അയോൺസ് എന്ന് പറഞ്ഞാൽ 2+ വരുന്ന ആൾ Fe2+, Mg2+, Zn2+, സിങ്ക് പോലെയുള്ള, മെഗ്നീഷ്യം പോലെയുള്ള, അയൺ പോലെയുള്ള ആൾക്കാർ. പല എൻസൈംസിൻ്റെയും നോൺ പ്രോട്ടീൻ പാർട്ടായിട്ട് വരിക ഇത്തരത്തിലുള്ള ഇനോർഗാനിക് അയോൺസ് ആയിരിക്കും. ഇത്തരം ഇനോർഗാനിക് അയോൺസിനൊക്കെ ഇത്തരം എലമെൻറ്റ്സ് ഒക്കെ ബോഡിയിൽ കുറയുമ്പോൾ പല എൻസൈം ഇനാക്റ്റീവ് ആകും. അപ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ പല മരുന്നിൻ്റെയും ബോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മഗ്നീഷ്യം, അയേൺ, സിങ്ക് എന്നൊക്കെ ഉണ്ടാകും. അത്തരം മരുന്ന് എടുക്കുമ്പോഴത്തേക്കും സിങ്കൊക്കെ ബോഡിക്ക്, അപ്പോൾ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി വഴിയായിരിക്കും ആ ഒരു സിംറ്റം വന്നുണ്ടാവുക. അപ്പോൾ സിങ്ക് എടുക്കുമ്പോഴത്തേക്കും അതുമായി ബന്ധമുള്ള എൻസൈംസിനെ ആക്റ്റീവ് ആക്കും. ഇപ്പോൾ റിയാക്ഷൻ വീണ്ടും നടക്കും, അതിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ പല എൻസൈംസിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിക്കകത്തുള്ള പല എൻസൈംസിനും വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ടീരിയ ആയിട്ട് ഇവരൊക്കെ നിൽക്കണം. ഇനോർഗാനിക് അയോൺസ് ലൈക്ക് അയേൺ, മെഗ്നീഷ്യം, സിങ്ക്, മാംഗനീസ് എക്സെട്ര. അതിൽ സിങ്ക് കോഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന എൻസൈമാണ് കാർബോക്സി പെപ്റ്റിഡേസ്. സിങ്ക് ഈസ് ദ കോഫാക്ടർ ഓഫ് എൻസൈം കാർബോക്സി പെപ്റ്റിഡേസ്. ഇതൊക്കെ എക്സാമിന് വരാം. കാർബോക്സി പെപ്റ്റിഡേസ് നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ ഭാഗത്ത് പഠിക്കും. അടുത്ത ചാപ്റ്റർ നമുക്ക് ഡൈജഷനാണ്. അപ്പോൾ കാർബോക്സി പെപ്റ്റിഡേസ് നമ്മൾ ബോഡിക്കകത്തൊരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും, നോൺ പ്രോട്ടീൻ പാർട്ട് ആരായിരിക്കും? സിങ്ക് ആയിരിക്കും. അപ്പോൾ സിങ്ക് കൂടി ഉണ്ടെങ്കിൽ ആ എൻസൈമിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു എൻസൈമിനും രണ്ട് പാർട്ടുണ്ട്. പ്രോട്ടീൻ പാർട്ട് ദറ്റ് ഈസ് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ട് ഈസ് കോൾഡ് കോഫാക്ടർ. Cofactor may be prosthetic group, coenzyme or inorganic ions. Prosthetic group means non-protein organic compound permanently attached to the apoenzyme. Heme is the prosthetic group of enzyme peroxidase. Cofactor is non-protein organic compound not permanently attached, or inorganic ions like iron, magnesium, zinc, etc. Okay, എൻസൈംസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗവും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യ ഭാഗത്ത് ബയോമോളിക്യൂൾസ് ആയിരുന്നു. അതിൽ മൈക്രോമോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കറക്റ്റ് അറിയണം. മൈക്രോമോളിക്യൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ മാക്രോമോളിക്യൂൾസ് നമുക്ക് എളുപ്പം പറയാൻ പറ്റും. അതിനൊക്കെ കണ്ടിന്യൂഷനാണ്, റിപ്പീറ്റേഷനാണ് നമ്മൾ മാക്രോമോളിക്യൂൾസ് എന്ന് പറയും. അപ്പം മോണോസാക്കറൈഡ്സ് കൂടി ചേർന്ന് പോളിസാക്കറൈഡ്, അമിനോ ആസിഡ് കൂടി ചേർന്നാൽ പ്രോട്ടീൻ, ന്യൂക്ലിയോടൈഡ്സ് കൂടി ചേർന്നാൽ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, പിന്നെ വന്നത് ഈ എൻസൈംസിൻ്റെ ഭാഗം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? എൻസൈമിൻ്റെ പോക്കറ്റ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഇസ് കോൾഡ് ആക്റ്റീവ് സൈറ്റ്, മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ ബൈ ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തിസിസ്. ഓക്കെ,
പിന്നീട് വന്ന ഭാഗം ഹൗ ഡസ് ദ എൻസൈം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു ഗ്രാഫ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റണം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ്, ദെൻ കോ ഫാക്ടേഴ്സ്. ക്ലാസ്സിലിരുന്ന എല്ലാവർക്കും നന്ദി. സമയം കുറയായോ? ആ സമയം കുറയാനുള്ളത് കിട്ടുന്നുണ്ടാവും.